ആർച്ചയുടെ തലയിലൊന്ന് കൊട്ടി അവൻ എഴുന്നേറ്റ് പോയി. ആർച്ചയാണെങ്കിൽ അവൻ പറഞ്ഞതിൽ പാതിയും കേട്ടതുപോലുമില്ല. അല്ലെങ്കിൽ ഈ ഉപദേശത്തിൽ പാതിയും കേൾക്കാതിരിക്കുക എന്നതാണല്ലോ ഒരു പൊതു തത്വം. ഇവിടെ ആരാ പടക്കം പൊട്ടിച്ചെന്ന മട്ടിലിരിക്കുകയായിരുന്നു കുട്ടി. അറിഞ്ഞതിലും കേട്ടതിലും വലുതാണോ ദേവിയെ കുഞ്ഞിരാമൻ എന്ന സത്യം? ആർച്ചയൊന്ന് തല ഉടഞ്ഞു. എല്ലാവരുടെ മുമ്പിലും കാര്യം അവതരിപ്പിച്ചപ്പോൾ അവരും ആർച്ചയെ പ്രോത്സാഹിപ്പിച്ചു. ഒടുവിൽ ആർച്ച അപ്ലൈ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തി. പത്മയും ശരത്തും ഗ്രീഷ്മയും ആർച്ചയും തമ്മിൽ അതിന്റെ ചർച്ചകൾ പൊടിപൊടിക്കുന്നതിനിടയിൽ താടിക്ക് കൈയും കൊടുത്ത് കാര്യമായ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന കൃഷ്ണകുമാറിലേക്ക് ഭരത്തിന്റെ ശ്രദ്ധ പോയി. ഭരത് അയാളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്താങ്കിള് മുഖത്തൊരു മ്ലാനത. അവൻ പതിയെ ചോദിച്ചു. ഇതുവരെ ഈ ഇട്ടാവട്ടത്തുള്ള പ്രശ്നങ്ങൾ നോക്കിയാൽ മതിയായിരുന്നു. ഇനിയുള്ള അവസ്ഥ ആലോചിച്ചു പോയതാ പൊന്നുമോനെ. കൃഷ്ണകുമാർ നെടുവീർപ്പെട്ടു. ഭരത് അടക്കി പിടിച്ചിരിച്ചു. ഡോൺ വെറി അങ്കിൾ, ഞാനില്ലേ. ഉത്തരവാദിത്ത ബോധത്തോടെ തന്നെ ഭരത് അയാളെ ആശ്വസിപ്പിച്ചു. അതാ എൻ്റെ ഏറ്റവും വലിയ പേടി. മുമ്പ് ഒരാളെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഒരൊറ്റ ഡയലോഗിൽ ഭരത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഉത്തരവാദിത്തം ഇറങ്ങി കണ്ടം വഴി ഓടി. ആ വഴിന് ഉത്തരവാദിത്തം പോയിട്ടൊരു പുല്ല് പോലും മുളക്കില്ല. വന്ന് ഓൾഡ് ജനറേഷനൊക്കെ ഇജാതി തഗ് എങ്ങനെ പിടിച്ചു നിൽക്കും എൻ്റെ ദേവി? ഭരത് അറിയാതെ മുകളിലേക്ക് നോക്കി വിളിച്ചു പോയി. നിനക്കൊക്കെ ഓൾഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ പുച്ഛം അല്ലേ? പുറത്തെ ഭണ്ഡാരത്തിൽ നിന്ന് മോഷ്ടിക്കാൻ പഠിച്ച പണി 18 പറ്റുന്ന കള്ളനെ നോക്കിയിരിക്കാൻ ദേവി ഇടയ്ക്കൊന്ന് ശ്രദ്ധ മാറ്റി മറുപടി കൊടുത്തു. സമയം കുറെ ആയിട്ട് ഇരുന്ന് കിടന്നും തലകുത്തിന്ന് ഉൾപ്പെടെ നോക്കിയിട്ട് ഒന്നും കിട്ടാൻ നടുവിന് കൈയും കൊടുത്തു നിൽക്കുന്ന കള്ളനെ കണ്ട് ദേവിക്ക് ദേഷ്യം വന്നു. രാത്രി 10 മണി മുതൽ ഭണ്ഡാരപ്പെട്ടിക്ക് ചുറ്റും ഇവൻ ചുറ്റിപ്പറ്റി നടക്കുന്ന കണ്ട് തുടങ്ങി ഇരുത്തമാണ്. ഭണ്ഡാരം ഉൾപ്പെടെ എടുത്തിട്ട് പോടാ. ഞാനിവിടെ കുറെ സമയമായി നോക്കിയിരിക്കുന്നു. 5-6 ലേസ് പാക്കറ്റ് തീർന്നു. ഈ നട്ടപ്പാതിരാക്കി ഇനി ലേസ് എടുക്കാൻ ഞാൻ ആ കടയിൽ നുഴഞ്ഞു കയറണം. വൃത്തികെട്ടവൻ കള്ളനാണത്രേ, കള്ളൻ. കയ്യിലെ ലേസിന്റെ പാക്കറ്റ് കമിഴ്ത്തി തട്ടി അവസാനത്തെ പൊടിയും കണ്ട ദേഷ്യത്തോടെ ദേവി അലറി. ആ അലർച്ചയുടെ ആദ്യത്തെ ഭാഗം ഒരു വെള്ളി വെളിച്ചം മാത്രമേ കള്ളൻ കണ്ടുള്ളൂ. ചക്ക് വെട്ടിട്ട പോലെ പുള്ളി താഴേക്ക് വീണു. അവിടെ കിടക്ക്, രാവിലെ പോകാം. മതിലിൽ നിന്ന് ചാടിയിറങ്ങി കൈതട്ടി കുടഞ്ഞ് ദേവി ഉള്ളിലേക്ക് കയറിപ്പോയി. ദിവസങ്ങളും മാസങ്ങളും ഓടിയും ചാടിയും പറന്നുമൊക്കെ പെട്ടെന്ന് കടന്നുപോയി. ആർച്ചയ്ക്ക് ചാനലിലെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു. എബിൻ കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത കുഞ്ഞിരാമന്റെ വാക്കും വിശ്വസിച്ചെന്ന് ആർച്ച കണ്ടത് ജഡ്ജസിന്റെ കൂട്ടത്തിലിരിക്കുന്ന എബിനെയാണ്. സഹായം പോയിട്ട് തന്നെ കണ്ടിട്ടുണ്ടെന്ന ഭാവം പോലും ഉണ്ടായില്ല. ഇവനെയാണോ ദേവിയെ ഞാൻ ആംഗ്ലയായി ദത്തെടുത്ത് എന്ന് പോലും കുട്ടി ചിന്തിച്ചു പോയി. അതിന്റെ ദേഷ്യം തീർക്കാൻ ഭരത്തിനെ വിളിച്ച് 4 ചീത്തയും പറഞ്ഞപ്പോഴാണ് കുട്ടിക്കൊരു സമാധാനം കിട്ടിയത്. അഭിഷേകും പിന്നെ കൂട്ടുകാരും വീട്ടുകാരൊക്കെയായി എല്ലാവരുടെയും സഹായത്തോടെ സംഭവം എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടു. അതിലും കൂടുതൽ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായി, ചിന്തകളിലും കാഴ്ചപ്പാടിലും ഉണ്ടായി. കിച്ചുവും പതിയെ സംഭവിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ട് തുടങ്ങിയിരുന്നു. ഒത്തുപോകാൻ സാധിക്കില്ലെന്ന് കരുതിയെങ്കിലും എല്ലാവരുടെയും ഉപദേശപ്രകാരം രണ്ടുപേരും സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പഴയ പോലെ കോഴിയിറക്കി വിടാറില്ലെങ്കിലും അല്പസ്വല്പം വായ്നോട്ടവുമായി കാവ്യം മുന്നോട്ടു പോകുന്നു. താൻ ഒരു വര വരച്ചാൽ അതിൻ്റെ അപ്പുറത്ത് 10 വരെ കാവ്യ വരയ്ക്കുമെന്ന അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത് കാരണം കവിത സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന മട്ടിലാണ്. ഏട്ടനെ പിണക്കാൻ വയ്യ എന്ന ചിന്തയും ഇല്ലാതില്ല. കീർത്തിനി ഇപ്പോഴൊന്നൊരു വിവാഹമില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ പഠനം തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അമ്മച്ചി കോഫി. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് തലയും ചൊറിഞ്ഞ് താഴേക്ക് വന്ന ആർച്ച ഹാളിലിരിക്കുന്ന ഭരത്തിനെ കണ്ട് ചമ്മലോടെ ചിരിച്ചു. ഡൈനിങ് ടേബിൾ ഉണ്ട്, എടുത്തോ. അടുക്കളയിൽ നിന്ന് ജയശ്രീ വിളിച്ചു പറഞ്ഞു. ആ പല്ലെങ്കിലും ഒന്ന് തേക്കണം. ഭരത്തിന്റെ വക കട്ടപ്പുച്ച. ആർച്ചക്ക് അങ്ങ് ദേഷ്യം വന്നു. അല്ലെങ്കിലും സത്യാരെങ്കിലും വിളിച്ചു പറയുമ്പോൾ ദേഷ്യം തോന്നും, സ്വാഭാവികം. കയ്യിലേക്ക് ഊതി നോക്കിയാൽ മണടിച്ചപ്പുറത്തെ വീട്ടിലെ രാധേശിയുടെ പട്ടി ബോധം കെട്ട് വീണാലോ എന്നൊരു സംശയം ചെറുതായിട്ടുള്ളത് കാരണം കുട്ടി ഊതിയില്ല. റിസ്ക് എടുക്കരുത്, റിസ്ക് സാപ്പിട മാറിയായിരുന്നാലും എപ്പോഴും റിസ്ക് എടുക്കാൻ പറ്റില്ല. ആരോഗ്യത്തിന് റിസ്ക് എടുക്കുന്ന അത്ര നല്ലതല്ല. ഞാൻ വായ കഴുകിയിട്ടുണ്ട്. ഫ്ലാസ്കിൽ നിന്നൊരു ഗ്ലാസ്സിൽ കട്ടൻ ചായ എടുത്ത് TV ഓൺ ചെയ്തവൾ സോഫയിലേക്ക് ഇരുന്നു. മോനാളെ പോവല്ലേ? ഭരത്തിന് ചായ എടുത്തു വന്ന ജയശ്രീയുടെ ചോദ്യം കേട്ട് ആർച്ച ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എവിടെ പോവാൻ? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. യുഎസിലേക്ക്. ഭരത്തിന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു. ആഹാ, കുഞ്ഞിരാമൻ ടൂറിന് പോകുന്നുണ്ടോ? ആർച്ച ചുണ്ടോടി ചിരിച്ച് വീണ്ടും പഴയ പോലെ ഇരുന്നു. ടൂറിനല്ല, എനിക്ക് അവിടെ കഴിഞ്ഞു മുതൽ ജോലി. മുമ്പുണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു വന്ന. ഇപ്പോൾ പുതിയതൊന്നും ഓക്കെ ആയി. ആർച്ചയൊന്നും നിശബ്ദയായി. എപ്പോഴാ തിരിച്ചു വരുന്നത്? ആ ചോദ്യം ആർച്ച പോലും അറിയാതെ ഉള്ളിൽ നിന്ന് വന്നതായിരുന്നു. 1 വർഷം. ആർച്ച അവനെ നോക്കി. പിന്നെ ടിവിയിലേക്ക് ശ്രദ്ധിച്ച് ചായ ചുണ്ടോട് അടുപ്പിച്ചു. പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് മുകളിലേക്ക് ഓടി. ഭരത് അവൾ പോയ വഴിയെ പകച്ച് നോക്കി. വിഷമം കൊണ്ടാണെന്നൊരു തെറ്റിദ്ധാരണയും വേണ്ട കേട്ടോ.
കുട്ടി എടുത്തു കുടിച്ച നല്ല ചൂട് ചായയായിരുന്നു. നാക്ക് പുള്ളിയിട്ട് ഇച്ചിരി പഞ്ചസാര എടുത്തിടാൻ പോയതാ. ചായ കുടിച്ച കുട്ടി അതറിഞ്ഞില്ലെങ്കിലും വായും വയറും സ്വന്തം കാര്യം നന്നായിട്ട് നോക്കുന്നവരായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് അറിഞ്ഞു. നാവ് പൊള്ളിയ വകയിൽ അടുക്കളയിലുണ്ടായിരുന്ന തേനും എടുത്ത് ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു ആർച്ച. പല്ലും തേച്ച് പ്രാതലും കഴിച്ച് പ്രാതലിന് രുചിയും തോന്നാതിരുന്നപ്പോഴാണ് കുട്ടി നാവ് പൊള്ളിയ കാര്യം ഓർത്ത് ഒരു സ്പൂൺ തേനെടുത്ത് അതിൽ നിന്ന് താഴേക്ക് ഇറ്റ് വീഴാൻ നിൽക്കുന്ന തേൻ തുള്ളി പിടിക്കാൻ നാവ് നീട്ടി നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് കൃഷ്ണകുമാർ നീട്ടി വിളിച്ചത്. നശിപ്പിച്ച് ആ ഫ്ലോ അങ്ങ് പോയി. തേൻ തിരികെ വെച്ച് ആർച്ച വിളി കേട്ടു. അവൾ ജനാലയിലൂടെ എത്തി നോക്കി. പത്മാന്റെ മോളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു, ചെന്നിട്ട് വാ. ചുമലിട്ടിരുന്ന തോർത്തെടുത്ത് മുഖമും തുടച്ച് അയാൾ പറഞ്ഞു. ആർച്ചയൊന്ന് സൂക്ഷിച്ചു നോക്കി. അച്ഛൻ മുഖത്ത് നോക്കി സംസാരിക്കാത്ത എന്തെങ്കിലും കള്ളത്തരമുള്ളപ്പോഴാണ് ഇനി എന്തേലും ഗഹനമായി നിന്ന് ആലോചിക്കുന്ന ആർച്ചയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് കൃഷ്ണകുമാർ നൈസായിട്ട് അവിടെ നിന്ന് വലിഞ്ഞു ഭരത്തിന്റെ അടുത്തേക്ക് ചെന്നു. അതെ, നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാനിവിടെ നിന്നാലേ അവളെല്ലാം ചുഴിഞ്ഞെടുക്കും. പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്ക്. കൃഷ്ണകുമാർ അവന്റെ ചുമലിൽ പതിയെ തട്ടി. ഒരു ചിരിയോടെ ഭരത് തലയാട്ടി. പോവാ. ആർച്ച അവനടുത്തേക്ക് വന്നു. അവനൊന്ന് മൂളി. നടക്കുന്നതിനിടയിൽ പതിവില്ലാത്ത വിധം നിശബ്ദം നിറഞ്ഞിരുന്നു രണ്ടുപേരുടെയും ഇടയിൽ. എന്തുപറ്റി ഉണ്ണിയാർച്ചക്ക് പതിവില്ലാതൊരു മൗനം? ഏറെ നേരം കഴിഞ്ഞിട്ടൊന്നും സംസാരിക്കാത്ത കാരണം ഭരത് തന്നെ മൗനം വെടിഞ്ഞു. ആർച്ചയൊന്ന് ശ്വാസം വലിച്ചു വിട്ടവനെ നോക്കി. അവന്റെ മുഖത്ത് പതിവ് ഉത്സാഹമില്ലെന്നത് അവൾ ശ്രദ്ധിച്ചു. എന്തോ ഒരു പരിശ്രമം. 2-3 തിരിച്ചടി ബാക്കിയുണ്ടായിരുന്നു. ഇതിപ്പോ എല്ലാം പെട്ടെന്നായി പോയ സ്ഥിതിക്ക് അതെങ്ങനെ തരുമെന്ന് ആലോചിക്കുക. ഗഹനമായി ചിന്തിക്കുന്ന ആർച്ചയെ നോക്കി ഭരത് നടക്കാൻ പോലും മറന്ന് കണ്ണ് മേഴിച്ച് നിന്നു. എന്നാലും ആറ്റുനോറ്റിന്ന് എനിക്ക് പ്രണയം തോന്നിയത് ഇതിനോടാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഭരത് നെടുവീർപ്പെട്ടു. തള്ളി മണിക്കാതടാ ചെക്ക. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടിക്ക് ലവ് ലെറ്റർ കൊടുത്തത് നീയല്ലേ? പ്രപ്പോസൽ സീൻ കാണാൻ കട്ട വെയിറ്റിംഗിലുള്ള ദേവി മുന്നിലുള്ള പൂവ് പിച്ചിപ്പറിച്ചെറിഞ്ഞുകൊണ്ട് പിറുപിറുത്തു. ആരു? പതിവില്ലാത്ത വിധം ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ വിളിക്കുന്ന കേട്ട് ആർച്ച മുഖം ചുളിച്ചു. കുഞ്ഞിരാമൻ എന്തെങ്കിലും പറയാനുണ്ടോ? അവളുടെ സ്വരവും പെട്ടെന്ന് ഗൗരവമാർന്നു. ഭരത്തൊന്ന് മൂളി. അത് ആരു? ഭരത്തൊന്ന് വിക്കിപ്പോയി. ചുറ്റുവട്ടം നോക്കി. ഒരു വശത്ത് പാടമാണ്, മറുവശത്ത് തെങ്ങിൻ തോപ്പ്. പറയാനുള്ള കേട്ടിട്ടെങ്ങാൻ ഇതിന് ദേഷ്യം വന്നാ ഞാൻ ഈ ചളിയിൽ കിടക്കേണ്ടി വരുമോ? ചളിയിൽ കിടക്കാൻ സീൻ ആലോചിച്ച് അവനൊന്ന് തല ഉടഞ്ഞു. ശിവനെ, അതും കൂടി ഇനി ബാക്കിയുള്ളൂ. പറയും ഭരത്തേട്ടാ. ആർച്ചയുടെ ഭരത്തേട്ട എന്നുള്ള വിളിയും കൂടെ കേട്ടതോടെ അതിലൊരു തീരുമാനമായി. ഭരത് ഒരു ശ്വാസം വലിച്ചു വിട്ടവളെ നോക്കി. അമ്മ പറഞ്ഞറിഞ്ഞ ഒരുത്തൻ പ്രേമിച്ച് പറ്റിച്ചു എന്ന് മനസ്സിലായപ്പോൾ കരഞ്ഞു പിഴിഞ്ഞ അയ്യോ എൻ്റെ ജീവിതം പോയി എന്നിൽ വിളിച്ചിരിക്കാതെ അവൻ്റെ വീട്ടിൽ ചെന്ന് പ്രതികരിക്കാൻ ധൈര്യം കാണിച്ച ഒരാളോടുള്ളൊരു ഇഷ്ടമുണ്ടായിരുന്നു. ഒരു ബഹുമാനം. നിന്റെ കുസൃതികൾ പറഞ്ഞു കേൾക്കുമ്പോൾ തോന്നുന്ന കൗതുകം. അത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള കൗതുകം. ഏടത്തി കുട്ടിക്കാലം മുതൽ ഞങ്ങളുടെ കൂടെയുണ്ട്. വീട്ടിലൊരാൾ തന്നെയായിരുന്നു. പക്ഷേ തന്നെ പരിചയപ്പെട്ടതിന് ശേഷം ഏട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ അമ്മയുടെ കാർബൺ കോപ്പിയെ കണ്ടു. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളെയും കൊണ്ടുവന്നേക്കിടാന്ന്. ആർച്ച നടത്തി നിർത്തി അവനെ തന്നെ നോക്കി നിന്നു. ഭരത് തിരിഞ്ഞെന്ന് അവളെ നോക്കി. പറഞ്ഞതിനി കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇനി ആകെ 4 ചൂട് വെച്ചാൽ വീട്ടിലെത്തും. കുഞ്ഞിരാമൻ പറയാമെന്ന് മുഴുവൻ പറ. ചുറ്റും കണ്ണോടിച്ച് അവൾ പറയുന്ന കേട്ടതും ഭരത് ചിരിച്ചു പോയി. ഭരത് അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. പറയാനൊന്നേ ഉള്ളൂ. ഈ ഉണ്ണിയാർച്ചയില്ലാതെ ഈ കുഞ്ഞിരാമൻ്റെ ജീവിതം കളർഫുൾ ആവില്ലെന്നൊരു തോന്നൽ. നമുക്ക് ഒരുമിച്ച് നമുക്ക് കളറാക്കിയാലോ? ഒരു കണ്ണിറുക്കി കുസൃതിയോടെ ചോദിക്കുന്നവനെ കണ്ട് ആർച്ചയ്ക്ക് ചിരി വന്നു. ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാലോ കുഞ്ഞിരാമ? ആർച്ച പെട്ടെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നിന്നേക്കാൾ മിടുക്കിയായ എൻ്റെ സങ്കല്പത്തിനനുസരിച്ച് വരുന്ന ഒരാളെ കാണുമ്പോൾ ഞാൻ പ്രപ്പോസ് ചെയ്യും. അല്ല പിന്നെ. കട്ടപ്പൂച്ചം വാരിവത്തിന് മുന്നിലേക്ക് നടന്ന ഭരത്തിനെ നോക്കി വാപ്പൊളിച്ച് നിന്ന് ആർച്ച. പോയതിനേക്കാൾ വേഗത്തിൽ ഭരത് തിരികെ വന്നു. അവളുടെ കവിളിലേക്ക് കൈകൾ ചേർത്തു വെച്ചു. എന്നേക്കാൾ ഉപരി എൻ്റെ വീട്, എൻ്റെ കുടുംബം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ലൈഫ് പോയെന്ന് പറഞ്ഞാൽ നടക്കില്ല. തനിക്ക് തൻ്റെതായ ചോയ്സ് ഇല്ലേ? അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. അവളുടെ കവിളിൽ പതിയൊന്ന് തട്ടിമാറ്റി നിന്നവൻ കണ്ണി ചിമ്മി. പരിചയപ്പെട്ട് ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ആദ്യമായി അവൻ്റെ മിഴികളിൽ ഒരു നീർത്തിളക്കം ആർച്ച കണ്ടു. എനിക്ക് സമയം വേണം. മുന്നിലേക്ക് നടന്നു നീങ്ങുന്നതിനെ പിടിച്ചിരുത്തിക്കൊണ്ട് അവളുടെ ശബ്ദം ഉയർന്നു കേട്ടു. തിരിഞ്ഞു നിന്ന് കൈകൾ നെഞ്ചിൽ പിണച്ചു കെട്ടിയവൻ ആർച്ചയെ നോക്കി. സ്റ്റാൻഡപ്പ് കോമഡി ഈ പ്രോഗ്രാം ഒന്നും തുടങ്ങുമ്പോൾ ഇതൊന്നും എനിക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളായി തോന്നിയിരുന്നില്ല. ഇപ്പം എൻ്റെ മുമ്പിൽ എൻ്റെ കരിയർ എന്നൊരു ചിന്തയുണ്ട്. അച്ഛൻ്റെ തണലിലല്ലാതെ ഞാനായിട്ട് ഇന്ന് എന്തെങ്കിലും ആവാനുള്ള ഒരു ആഗ്രഹം. അതിൻ്റെ കൂടെ എൻ്റെ പഠനവും.
ഉറച്ച സ്വരത്തിൽ അവൾ പറഞ്ഞു നിർത്തി. ഭരത്തൊന്ന് പുഞ്ചിരിച്ചു. അല്ലെങ്കിലും നാളെ തന്നെ വിവാഹം നടത്തുമെന്ന് എനിക്കൊരു ചിന്തയുമില്ല. പിന്നെ ഇത് ഇന്ന് പറഞ്ഞു. തനിക്ക് താല്പര്യം ഇതിങ്ങനെ മനസ്സിൽ വെച്ച് വളർത്തേണ്ട ആവശ്യമില്ലല്ലോ. പറയാൻ താമസിച്ചുകൊണ്ട് മാത്രം തന്നെ നഷ്ടപ്പെട്ടു പോയെന്നൊരു വിഷമം പിന്നീട് ഒരിക്കലും തോന്നാതിരിക്കാൻ. ഏറ്റവും അവസാനം ലൈഫ് പാർട്ണർ വേണമെന്നുള്ള ചിന്ത വരുമ്പോൾ എൻ്റെ ഈ സുന്ദരമായ മുഖം ആദ്യമൊന്ന് ഓർക്കാൻ പറഞ്ഞു തീരുമ്പോഴേക്ക് ആർച്ച ചുണ്ടുകൂട്ടി പുച്ഛിച്ചു. തള്ളുന്നതാണെങ്കിൽ ഇത്തിരി മയത്തിലൊക്കെ തള്ളണം മിസ്റ്റർ. തള്ളിയത് എനിക്കെന്തടി സൗന്ദര്യമില്ലേ? 6 പാക്ക് കണ്ട പെമ്പിള്ളേർ ക്യൂ നിൽക്കും. ഭരത്ത് വിട്ടുകൊടുത്തില്ല. അതിന് പോയി കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന സ്വയം പൊങ്കലിന്റെ ബുർജ് ഖലീഫ കൊച്ച് മലയാളത്തിൽ ഒരൊറ്റ വാക്കിന്റെ ഫ്ലൈറ്റ് വെച്ച് തച്ച് തകർത്ത് തരിപ്പണമാക്കി കഷ്ടമാക്കി കളഞ്ഞു. അതിദയനീയം. ഇതിപ്പോ ഇവിടെ കഴിഞ്ഞത് പ്രപ്പോസൽ സീൻ തന്നെയല്ലേ? ആ, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കാൻ പാടില്ലായിരുന്നു. പിച്ചി പറിച്ചിനി പൂവൊന്നും ബാക്കിയില്ലാത്ത കാരണം താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ദേവി ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. മുറ്റത്ത് തലങ്ങ് വിലങ്ങ് നടക്കുന്ന ശരത്തിനെ കണ്ട് പത്മ വാപുതി ചിരിച്ചു. പത്രം കയ്യിലുണ്ടെങ്കിലും രാമചന്ദ്രൻ ഏതാണ്ട് ശരത്തിന്റെ അവസ്ഥയിലായിരുന്നു. തിരി മസാല എടുത്ത് ദേഹത്ത് ഉരുട്ടി എണ്ണയും തൂത്തോ, നല്ല ശരത്ത് ഫ്രൈ ഉണ്ടാക്കാം. പുറകിൽ നിന്ന് പത്മ വിളിച്ചു പറയുന്ന കേട്ട് ശരത്ത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന മട്ടിൽ അമ്മയെ നോക്കി. പത്മ പത്രത്തിലേക്ക് മുഖം പൂഴ്ത്തി. കുരുമുളകിന് വീണ്ടും വില കുറഞ്ഞു. രണ്ടും കൂടെ എന്തോ. അവൻ ഗേറ്റിനടുത്തേക്ക് എത്തി നോക്കി. എന്താവാൻ, ഒന്നുകിൽ അവർ രണ്ടുപേരും വരും, അല്ലെങ്കിൽ നാട്ടുകാരവരെ കൂട്ടിക്കൊണ്ടുവരും. പത്മ നിസ്സാരമായി പറഞ്ഞു. ആ വിശ്വാസം അതല്ലേ എല്ലാം. ശരത്തിന് ചിരിയും കരച്ചിലും വന്നുപോയി. രാമചന്ദ്രൻ ഇരുന്ന് ശബ്ദമില്ലാതെ ചിരിക്കുന്നുണ്ട്. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത് 3 പേരും തിരിഞ്ഞു നോക്കി. ആദ്യം മാർച്ച് കയറി വന്നു. തൊട്ടുപിറകെ ഭരത്തും. ശരത്ത് 2 പേരെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. ആവൂ, പ്രത്യക്ഷത്തിൽ അംഗങ്ങൾക്ക് ഭംഗങ്ങളൊന്നുമില്ല. നെടുവീർപ്പെട്ട് അവൻ ചിരിച്ചു. അവന്റെ താടിയിൽ പിടിച്ചു വലിച്ച് കൈ ചുരുട്ടി വയറിലൊന്ന് ഇടിച്ച് ആർച്ച ഉള്ളിലേക്ക് കയറി. അമ്മേ, ഇടിച്ചു കൊല്ലോടി നീ. ഇതൊക്കെ സഹിക്കാൻ തയ്യാറാണെങ്കിലേ അനിയനെ കിട്ടുന്ന കാര്യം പരിഗണിക്കാം, അവൾ വിളിച്ചു പറഞ്ഞു. ശരത്ത് തിരിഞ്ഞ് ഭരത്തിനെ നോക്കി. അവൻ കണ്ണു ചിമ്മി ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന് ശരത്തിന്റെ ചുമൽ കൈയിട്ട് നിന്നു. ശരത്ത് അവനെ ഒന്ന് പുണർന്നു. ആർച്ച നേരത്തെ ചിരിയോടെ 2 പേരെയും നോക്കി. രാവിലെ ഇറങ്ങാൻ തുടങ്ങിയതും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഭരത് ആർച്ചയുടെ അടുത്തേക്ക് വന്നു. പോയിട്ട് വരാം, അവളെ ചേർത്ത് പിടിച്ച് അവൻ പറഞ്ഞു. അല്ലാണ്ട് മിസ് ചെയ്യും കുഞ്ഞിരാമ. അവളുടെ സ്വരം ആർദ്രമായി. ഭരത്തിന്റെ നെഞ്ചൊന്ന് വിങ്ങി. കണ്ണ് നിറയാൻ തുടങ്ങി. ഉള്ളിൽ സ്നേഹം നിറഞ്ഞു തുളുമ്പി. സത്യം പറഞ്ഞാൽ തേപ്പിട്ടി ശോകമുഖമായി പോകേണ്ട ലൈഫായിരുന്നു. അപ്പോഴാ തൻ്റെ എൻട്രി. ഇങ്ങോട്ട് വന്ന് പണി ചോദിച്ച് വാങ്ങിക്കുന്ന താനുണ്ടായതുകൊണ്ട് തെലുങ്ക് മൂവി പോലെ നല്ല കളർഫുള്ളായി പോയതാ. ആ സാരമില്ല, എന്നെ കൊണ്ടാവുന്ന പോലെ അവിടെയും പണി തരാൻ ഞാൻ ശ്രമിക്കാം. അടുത്ത ഡയലോഗിനുള്ളിൽ തിങ്ങി വിങ്ങിയ സകല ഫീലിങ്സും ചന്നം പിന്നം ചിന്നി ചിതറി. അതുവരെ കണ്ണു നിറച്ച് സെന്റി അടിച്ചെന്ന പത്മ പൊട്ടിച്ചിരിച്ചു. അവളെ നോക്കി പല്ലേറി മീരികവിളും പിടിച്ച് ശക്തിയായെന്ന് വലിച്ച് ഭരത്തിറങ്ങി കാറിലേക്ക് കയറി. പുറപ്പെട്ട് അല്പം കഴിഞ്ഞപ്പോൾ ഫോണിൽ മെസ്സേജ് വന്നുകൊണ്ട് വലിയ താല്പര്യമില്ലാതെ ഭരത്ത് ഫോൺ എടുത്ത് നോക്കി. അതെ, സീറ്റിനടിയിൽ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, ഉണ്ണിയാർച്ച. പിന്നെ കുറെ കിസിങ് സ്മൈലി. 100 വാട്ടിന്റെ ബൾബ് കത്തിയതുപോലെ അവന്റെ മുഖം വിടർന്നു. സീറ്റിനടിയിൽ ഒതുക്കി വെച്ച ഒരു ഗിഫ്റ്റ് ബോക്സ് കണ്ടതും അവനതെടുത്ത് ആവേശത്തോടെ തുറന്നു നോക്കി. ഗ്രീഷ്മയും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. എന്താടാ? അവളെന്തോ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്ന്. തുറക്കുന്നതിനിടയിൽ അവൻ ചിരിയോടെ പറഞ്ഞു. പൊതിഞ്ഞു കിട്ടിയ റാപ്പറൊക്കെ വലിച്ചു പറിച്ചെറിഞ്ഞ് ഉള്ളിലുള്ള ബോക്സ് തുറന്നു നോക്കിയതും ഭരത് കണ്ണും തള്ളിയിരുന്നു. അവന്റെ എക്സ്പ്രഷൻ കണ്ട് അടക്കാനാവാത്ത ആകാംക്ഷയോടെ എത്തി നോക്കിയ ഗ്രീഷ്മ അതിനേക്കാൾ വേഗതയിൽ മുന്നിലേക്ക് തിരിഞ്ഞിരുന്നു. തൊണ്ടയിൽ കുരുങ്ങിയ ചിരി താഴേക്ക് തന്നെ വലിച്ചെറുത്തി പുറത്തേക്ക് നോക്കിയവൾ. ചിരിക്കാനും കരയാനും വയ്യാത്ത ആ ഭാവം കണ്ട് കാറൊതുക്കി ശരത്തും പുറകിലേക്ക് എത്തി നോക്കി. ഐ ലവ് യു എന്ന് എഴുതി വെച്ച് ഒരു മൺചട്ടി. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് തന്നെ വീണു. പുറകിൽ നിന്ന് ഉണ്ണിയാർച്ചേ